സാധനമാണ് ഈ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പ് പറഞ്ഞ സാധനം. എന്നിട്ട് എന്താന്ന് ചോദിച്ചാല് ഒരു വഹാബി ഒരു മൗദൂദിയോ ഒരു ഫാമിലി ഗ്രൂപ്പിൽ പെട്ടാല് ബദർ ഇബ്ലീസ് തുടങ്ങിയ മാതിരിയാണ്, എല്ലാം നശികുഷിയാകും. കാരണം എന്താ, മേപ്പരല്ലാത്തവര് പിന്നെ തീപ്പൊരി മേടിച്ചാലല്ലോ. അതുകൊണ്ട് ഓന് ഈ കരിമ്പുന്തോട്ടത്തിൽ ആന കയറിയ മാതിരി എല്ലാ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന സാധനം ചൂലും പുറത്ത് യൂട്യൂബിൽ കയറിയിട്ട് അതൊക്കെ പാടെ അടിച്ചു വാരിയിട്ട് ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ തള്ളും. ഓന് വേറെ പണിയൊന്നുമില്ല. അപ്പോഴാണ് ശൂന്യളായ നമ്മൾ ആലോചിക്കുക. നമ്മൾ അതുവരെ ഇപ്പൊ എന്താ ഇങ്ങനെ ആലോചിച്ചത്, നിങ്ങളെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട അല്ലേ, നമ്മളിപ്പോ എന്തിനാ ഈ മാടാത്തോ കയ്യിൽ കൊണ്ടേ, അതുകൊണ്ട് നമ്മളതിനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വലിയ ശുദ്ധനായി നിഷ്കളങ്കനായി നിൽക്കുമ്പോ ഇടുത്തി പോലെ നമ്മളെ കുതിരയാക്കിയാണ് ഇപ്പൊ സകല സാധനം കൊണ്ടിടും. അപ്പോഴാണ് ഇങ്ങനെ വിളിച്ചു, ഉസ്താദേ ഞങ്ങളൊരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഇപ്പൊ അടുത്തൊരു വഹാബിനെ ആഡ് ചെയ്തിക്കണേ, 2 കൊല്ലം മുമ്പ് പുതിയാപ്പിളിയായി വന്ന വഹാബിയാണ്. ആ വഹാബി ഇങ്ങനെ തോണ്ടിയിട്ടാണ് അയക്ക്. എന്താ ഉസ്താദ് അതിനൊരു മറുപടി? നമ്മൾ ഈ വിളിച്ചവർക്കൊക്കെ മറുപടി എടുക്കാൻ നിന്നാ പിന്നെ എന്റെ പണി വല്ലതും നടക്കും, ഏതെങ്കിലും ഉസ്താദിന്റെ പണി നടക്കും. അപ്പോ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട എന്താണ്, വഹാബി മൗദൂദികളുള്ള അത്തരം വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു കുടുംബത്തിലെ അംഗവും ഒരു ആഡ് ചെയ്യപ്പെടേണ്ടതില്ല. നമ്മുടെ ദീനിന് ഖൈറുള്ളതാണ് നമ്മുടെ ബന്ധങ്ങൾ. അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. വഹാബിയത്തിന്റെ ആദ്യത്തെ ചികിത്സ അവിടെയാണ്. നിശ്ചിതമായ അകലത്തിൽ മാസ്ക് ധരിച്ച് ഒരു ഗ്യാപ്പിലെ വഹാബിയുടെ മുമ്പിൽ നമ്മൾ ഇടപെടാൻ പാടുള്ളൂ. അത് വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിലും കുടുംബ സംഗമത്തിലാണെങ്കിലും ഇനി വേറെ ഏത് പേരിട്ട് എന്തൊക്കെ ഏറാകൂടം വന്നാലും അങ്ങനെ തന്നെയാണ്. രണ്ടാമത് സുന്നത്തിയമായിട്ട് എന്താണ് നമ്മൾ പഠിക്കണം. എന്താണ് നമ്മൾ പഠിക്കണം? നിങ്ങൾ നോക്ക്, യൂട്യൂബിൽ നമ്മുടെ ഉലമാക്കളെ എത്ര വയലാ കേൾക്കാനുള്ളത്. നമ്മളൊരു വയത് കേൾക്കൂല. എന്നാ നമുക്കുള്ള ഒരു സ്വഭാവം എന്താ, ഏതെങ്കിലും ഒരു തലി കെട്ടിയ മൂല്യരെ പറ്റി എന്തെങ്കിലും ഒരു തോന്നിയാ ചെയ്തി തമ്പിലയിൽ ഇട്ടുകാണ്ട് ഏതെങ്കിലും ഒരു ചെങ്ങായി വഹാബിയോ മൗദൂദിയോ വീഡിയോട്ട വെറുത്തൊന്ന് തോണ്ടിയൊക്കെ അവിടെ. എന്തിനാണ് തോണ്ടിയൊക്കെ? എന്നിട്ട് ഓൻ തോണ്ടിയിട്ട് അതിൽ വളരെ തോന്നിയാസ പറയുന്നത് ഓൻ ഉറപ്പായ ഓൻ പിന്നെ അത് ഞമ്മക്കൊക്കെ വിട്ടു. നിങ്ങൾ കേട്ടുക്കണോ? നോക്കി, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇത്തരം നാശത്തിന്റെ പ്രചാരകരാകാണ് നമ്മളെ. അങ്ങനെ തൊട്ടു പോകരുത്. എന്നാ പിന്നെ ഒരു സുന്നി ഉസ്താദ് വല്ല വേഗം പറഞ്ഞ് യൂട്യൂബിൽ ഇട്ടാലോ, വല്ല നല്ല സംഗതി ഫേസ്ബുക്കിൽ ഇട്ടാലോ, അത് വേറൊരാളിലേക്ക് എത്താൻ വേണ്ടി വരലോണ്ട് ഒരു ലൈക്ക് അടിച്ചാൽ, അല്ലെങ്കിൽ അതൊന്ന് വേറെ ഏതെങ്കിലും ഒരു നല്ല മനുഷ്യന്മാരെ കേൾക്കാൻ വേണ്ടി ഒന്ന് അപ്പുറത്തേക്കോ അപ്പുറത്തേക്കോ തട്ടിക്കൊടുക്കുക. 24 മണിക്കൂറും യൂട്യൂബിലും അതുപോലെ വാട്സപ്പിലും ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ വല്ല ഉപകാരമുള്ള പണി ഓന്റെ കൈയോട് ഉണ്ടാവില്ല. പിന്നെ നമ്മളൊന്നും അങ്ങനെ ഷെയർ ചെയ്യണമെന്ന് പറയില്ല. അപ്പൊ പിന്നെ വേറൊരു ഇഷ്കാൽ ഇത് കേൾക്കുന്നവന് വരണം, അമൂല്യർക്ക് ഇതിനെന്തോ പൈസ ഇട്ടാണ്ടേ. ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ നിന്ന് മാറി നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രചാരകരായി മാറണം. ഒരു വിരലിന്റെ മുടക്ക് ഒരു ലൈക്കിനുള്ളൂ. അതൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേട്ടോടത്തോളം നമ്മളൊരു ലൈക്ക് കൊണ്ട് അത് വേറെ 4 ആളുകൾ കേൾക്കാൻ കാരണമാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിലും പറഞ്ഞവന്റേത് 4 ആളുകളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുത്താൽ മുസ്ലിമീങ്ങളെ അത് ഇന്നത്തെ വലിയ പ്രബോധനമാണ്. നമ്മൾ സുന്നി പഠിക്കണം. അതിന് നമ്മൾ ആലിമീങ്ങളുടെ പ്രഭാഷണം കേൾക്കണം. ആലിമീങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ ചാനലുകൾ പ്രചരിപ്പിക്കണോ. അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ പ്രഭാഷണം നമ്മൾ അരമണിക്കൂറെങ്കിലും ഒരു ദിവസം ഒരു സമയത്ത് കേട്ടുപഠിച്ചൂടെ. ആയത്തും ഹദീസും അതുപോലെയുള്ള സംഗതികളും നമുക്ക് എന്താ പഠിച്ചാലേ സത്യം നമ്മളെത്താനുള്ളത്, പ്രമാണം നമ്മളെത്താനുള്ളത്, ലോജിക്ക് നമ്മളെത്താനുള്ളത്, ന്യായം നമ്മളെത്താനുള്ളത്. പക്ഷെ നമ്മളെ ആലോചിച്ചിട്ടില്ല. വഹാബി നമ്മളെ മൂക്കുമ്പോ തോണ്ടുമ്പോഴാണ് ഉസ്താദെ എത്തായി മറുപടി അറിയാച്ചിട്ട് നമ്മൾ ബേജാറായി വിളിച്ചാൽ. അതിന് പകരം നമ്മൾ പഠിക്കുക, നമ്മുടെ തലമുറയെ പഠിപ്പിക്കേണ്ടതാണെന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്.